പാവക്കാടാണ്. ഇവിടെ 100 സിനിമകൾ, അതിലപ്പുറം ഈ സിനിമയ്ക്ക് താങ്കൾ എടുത്തിരിക്കുന്ന ഒരു എന്താണെന്ന് എനിക്കറിയില്ല. താങ്കൾ അത്രമാത്രം കഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. താങ്കൾ ഇത് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അവാർഡ് വാങ്ങിയ വ്യക്തിയാണ്, കുറേ സിനിമകൾ ചെയ്തു. ഇതിൻ്റെ ഒരു സെറ്റ് വർക്ക് താങ്കൾക്കൊരു ചലഞ്ചായിരുന്നു എന്ന് എനിക്ക് സ്വയം തോന്നുന്നു. കാരണം നിങ്ങളിപ്പോഴും മുത്തങ്ങ അല്ല എന്ന് പറയുമ്പോൾ ഞാൻ മുത്തങ്ങയിൽ തന്നെ നിൽക്കും കേട്ടോ, അതിനകത്തൊരു മാറ്റമില്ല. അതിൽ എന്നെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. അവിടെ പോയി നേരിട്ട് കണ്ട അനുഭവമുള്ള ആളാണ്. അത്തരം ഒരു വർക്ക് താങ്കളുടെ ഈ കൈകളിൽ ഭദ്രമായിരുന്നു. ആ റിസ്ക് എങ്ങനെയായിരുന്നു? ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറേ പടങ്ങൾ ചെയ്തതിൽ ഒരു പടം എൻ്റെ മനസ്സിൽ എന്നെന്നും തങ്ങുന്ന ഒരു പടമായിരിക്കും ഈ നരിവേട്ട എന്ന ഫിലിം. ഉറപ്പായിട്ടും അതിൽ യാതൊരു സംശയമില്ല. മേ ബി ഞാൻ ഈ പടം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഞാൻ അനുരാജിൻ്റെ അടുത്തും സ്ക്രിപ്റ്റ് റൈറ്ററും പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും ചെറിയ അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പടമാണ്. ഞാൻ എല്ലാ വർക്കും ഇന്നും 100 പടം ചെയ്താലും ഇപ്പം ചെയ്യുന്ന പടത്തിന് ഞാൻ ആദ്യത്തെ പടമായിട്ട് തന്നെ ഞാൻ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. കാരണം എന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എല്ലാം അറിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വോണ്ട് നത്തിങ്. ഐ വോണ്ട് ടു ലേൺ ഫ്രം സിനിമ. ആരും സിനിമയെ ഫുള്ളായിട്ട് പഠിച്ച ഇൻഡസ്ട്രിയിൽ ആരും തന്നെ ഇല്ല. ഇന്ന് വേറെ ഏത് ടെക്നീഷ്യൻ എടുത്ത് ചോദിച്ചാലും എല്ലാവരും പറയും ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒരു ഇത് കിട്ടി, ഇൻസ്ട്രക്ഷൻസ് കിട്ടി, ഇങ്ങനെ ഇതാണ് സംഭവം, ഇങ്ങനെയൊക്കെ വേണം. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. അതിനിൽ എന്താണ് നമുക്ക് ബെസ്റ്റ് കൊടുക്കാം. വി ഡോണ്ട് ഗിവ് ദ എക്സാക്ട് തിങ് ബട്ട് വിൽ ഗിവ് സംതിങ് മോർ എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. അത് ഉറപ്പായിട്ടും ഈ പടത്തിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ കണ്ട റെഫറൻസിൻ്റെ വേറൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എക്സാക്റ്റ് അല്ല അത്. എന്നാൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാം, അതായത് പബ്ലിക്കിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൾമോസ്റ്റ് നമ്മളെ ADs ഒക്കെ എൻ്റെ അടുത്ത് ഒരു ദിവസം വന്ന് പറഞ്ഞു, ബാബുക്ക നിങ്ങൾ ഇട്ട സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം ഞാൻ ഇന്നും വർക്ക് ചെയ്യുന്നത് ആസ് എ AD അല്ലെങ്കിൽ ആസ് എ അസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. ഐ എം നോട്ട് വർക്കിംഗ് ആസ് ആർട്ട് ഡയറക്ടർ. അത് ഇന്നും അത് തന്നെ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനി എത്ര എനിക്ക് പടം കിട്ടിയാലും അത് തന്നെ ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ് ബാബുക്ക വളരെ നന്നായിരുന്ന ഒരു സെറ്റ്, അത് ഭയങ്കര റിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ള. അപ്പോൾ അത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ടും ഇൻസ്പയർ ചെയ്യാൻ പറ്റും. മീൻസ് അത് ഇനി അവാർഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അതന്നെ വലിയൊരു അവാർഡായിട്ടാണ്. കാരണം ഇതിൽ മെയിൻ പാർട്ടുണ്ട്. ഞാൻ എന്തൊക്കെ സെറ്റ് വർക്ക് ചെയ്താലും ഒരു ഡയറക്ടറും ഒരു DOPയും ആണ് അതിൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ദ ഫ്രെയിം എന്ത് വരും എന്നുള്ളത് നമുക്കറിയണം. ഒരു സെറ്റ് ഇടുന്നതിന് മുമ്പ് എന്താണ് ഫ്രെയിം എന്നുള്ളത് ആദ്യം അറിയാം. അതിന് ശേഷമാണ് സെറ്റ് ഇട്ടാലേ ആ ഫ്രെയിമിൽ ഇവർ ഷൂട്ട് ചെയ്യുന്നുണ്ടോ. ഞാൻ എപ്പോഴും തന്നെ ക്യാമറയുടെ പിന്നിൽ തന്നെ ഉണ്ടാവും. അതായത് ഒന്നിക്ക് മോണിറ്ററിന് മുമ്പിലുണ്ടാവും, അല്ലെങ്കിൽ ക്യാമറയുടെ പിന്നിലുണ്ടാവും. കാരണം ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എൻ്റെ വർക്കിനെ. അതുകൊണ്ട് എൻ്റെ വർക്ക് എല്ലാം നന്നായിട്ട് വരുന്നുണ്ടെന്ന് തന്നെ വിചാരം. ബാക്കി എൻ്റെ വർക്കിനെ കുറിച്ച് പറയണമെങ്കിൽ അനുരാജ് സാർ തന്നെ പറയണം അതിൻ്റെ എങ്ങനെ ആയിരുന്നു എന്നുള്ളത്. അല്ല, ഇതിലേറ്റവും പ്രധാനമായിട്ടാണ് നമ്മൾ ഒത്തിരി പ്രസ് മീറ്റുകളുണ്ട്. ഇങ്ങനെ ഒരു ആർട്ട് ഡയറക്ടറിനെ കൊണ്ട് ഇരുത്തി പ്രസ് മീറ്റ് നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ടാണ് കേട്ടോ. ആദ്യം ഞാൻ താങ്ക് യു. അല്ല, ഇതിൽ ബാവക്കയുടെ എന്ന് വെച്ചാൽ നമ്മൾ റക്കി പരിപാടികളുണ്ടല്ലോ, ഈ ലൊക്കേഷൻ നമ്മൾ മനസ്സിലുള്ള ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യണമല്ലോ. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരു വണ്ടി പോകുന്ന ലൊക്കേഷനിലായിരിക്കില്ല പലപ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഇറങ്ങി നടക്കാറാണ് പതിവ്. അപ്പം ബാവക്ക ആണ് എൻ്റെ പിറകിൽ, നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ പിറകിൽ ദൂരെയാണ്. അപ്പോൾ കിലോമീറ്റേഴ്സ് നമ്മൾ ഒരുമിച്ച് നടക്കും. കടുവ, പുലി, അങ്ങനെ സകല സങ്കേതങ്ങളുള്ള കാടുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പുറകിൽ നമ്മൾ ഓർമ്മയുണ്ട് ഒരു വെള്ളച്ചാട്ടം ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഏതാണ്ട് ഒരു 50-60 പന്നി കൂട്ടം ക്രോസ് ചെയ്ത് ജസ്റ്റ് മിസ് നമ്മൾ ക്രോസ് ചെയ്ത് പോയി. ബാവൊക്കെ പുറകെ അലറിയത് കൊണ്ടാണ്. പുള്ളിക്ക് അതിന് എക്സ്പീരിയൻസ് ഉണ്ട്. വരും നമ്മൾ ഭ്രാന്തമായി ഇങ്ങനെ അലഞ്ഞു പോവാണ്. അപ്പോൾ പന്നി കുത്തി മരിക്കേണ്ടതായിരുന്നു. അപ്പോൾ അന്ന് ബാവക്കയുടെ ഒരു ഇടപെടലൊക്കെ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓർക്കുക. നമ്മുടെ കൂടെ ഇറങ്ങി നടക്കുകയും പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ മുത്തങ്ങ സമരം അല്ല എന്നല്ല നമ്മൾ പറഞ്ഞു. മുത്തങ്ങ സമരം ചേർന്നാണ് ഈ സിനിമ. മുത്തങ്ങ സമരത്തെ നമ്മൾ ഗണ്ണിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ആ സമയത്ത് വർക്ക് ചെയ്ത മാധ്യമപ്രവർത്തകർ മുത്തങ്ങ സമരത്തിൽ അന്ന് നിങ്ങൾ കണ്ട കാഴ്ചയെ പറ്റി ഇപ്പോൾ പറയാമോ? അത് ഇവിടെ എത്ര പേർക്ക് അറിയാം ഈ പുതിയ മാധ്യമ? ഇത് നടക്കുമ്പോൾ, ഈ മുത്തങ്ങ സമരം നടക്കുന്ന സമയത്ത് എനിക്കും അനുരാജനൊക്കെ 13-14 വയസ്സാണ് പ്രായം. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും സ്കൂളിൽ പഠിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്തായിരിക്കും ഉണ്ടായിരുന്നിട്ടുണ്ടാവുക.
ഇവിടെ ഇരിക്കുന്ന പലരും ആ സമയത്ത് ജനിച്ചിട്ട് പോലും ഇല്ല. 2003 ശേഷം ജനിച്ചവരിവിടെ ഇല്ലേ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? കൈവക്കാമോ? കണ്ടോ? 2003 ശേഷം ജനിച്ചവരുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ അന്ന് കൃത്യമായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരാളിൽ നിന്ന് എന്താണ് അവിടെ സംഭവിച്ചത്, നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്ന, നമ്മൾ ഇപ്പോൾ വാർത്തയിലും പത്രത്തിലും കണ്ടതിനപ്പുറത്ത് അതിനകത്ത് അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയേണ്ടത്. ഇപ്പോൾ ഹൈദർഖാനെ പോലെ അവിടെ ആ സമയത്ത് പ്രസന്റ് ആയിട്ടുള്ള തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അങ്ങനെ എക്സ്പീരിയൻസ് എന്തെങ്കിലും അറിയാൻ. ഇപ്പം ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് പറയുന്നതിനേക്കാൾ, ഞങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാവുന്ന ആൾക്കാരിൽ നിന്ന് തീർച്ചയായിട്ടും കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും ആ സമയത്ത് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ കണ്ട കാര്യങ്ങളോ വല്ലതും പറയാമോ? അല്ല, അവിടെ ചെല്ലുന്നത് നമ്മൾ ആദ്യം ചെല്ലുന്നല്ലോ, ആദ്യം ചെന്ന് അടുത്ത ബ്യൂറോയിൽ നിന്നാണ് പോകുന്നത്, പിന്നീടാണ് നമ്മളൊക്കെ അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് അവിടെ 2 പേരെല്ലാം മരിച്ചിരിക്കുന്നത്, അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. മുത്തങ്ങ സമരത്തിൽ ഇന്ന് വരുന്ന വാർത്തയിൽ 2 പേര്, ഒരു പോലീസുകാരും ഒരു ആദിവാസിയും മരിച്ചു എന്ന് അത് വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണ് ഒരു മാധ്യമപ്രവർത്തകനായ ഞാൻ. ഒരിക്കലും അത് ഉൾക്കൊള്ളുന്നില്ല. കാരണം അത്രമാത്രം വേട്ട നടന്ന സംഭവമാണ്. ഈ പേര് പോലെ തന്നെ അത്രമാത്രം വേട്ടയാടിയപ്പെട്ട ആദിവാസികളാണ്. ആദിവാസികൾക്ക് നേരെ ഉണ്ടായ അതിക്രമം വലുതായിരുന്നു. അതിനുശേഷം വലിയ സമരം, ഈ പറഞ്ഞ പോലെ 6ാം സമരത്തിന് ഞങ്ങൾ പോയതാണ്. അവിടെയും റബ്ബറിന്റെ മുകളിൽ ഇരുന്ന മണ്ണെണ്ണ ഒഴിക്കുന്ന പെട്രോൾ ഒഴിക്കുന്ന സമയത്തും അതും റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ഇത് നീതിപൂർവമാണ് ഈ സിനിമ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം സമ്പാദിക്കാൻ പോകുന്ന സിനിമ ഇതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും എനിക്കില്ല. ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു വിശ്വാസമാണ്, 2 പേരല്ല അവിടെ മരിച്ചതെന്ന് ഞാൻ എവിടെയും ഏത് ചർച്ചയ്ക്കും വന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. ഇനി സിനിമ കണ്ടതിന് ശേഷം എനിക്ക് പറയാൻ പറ്റും പല കാര്യങ്ങൾ. സിനിമയ്ക്ക് മുമ്പ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അത് കഴിഞ്ഞിട്ടാണ്. അത് ഇവിടുന്ന് പോയാൽ നമ്മുടെ ഒരു ക്യാമറമാൻ ഉണ്ട്, റിപ്പോർട്ടർ റിവ്യൂലുണ്ട്, പ്രദീപ് ഇവിടെ ഉണ്ട്. പ്രദീപ് വന്ന് കാസർഗോഡാണ് ഇന്ത്യ വിഷനുള്ളത്. പ്രദീപ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ പ്രദീപ് കാസർഗോഡ് നിന്ന് മുത്തങ്ങയിലേക്ക് പോയ ഒരു വ്യക്തിയാണ്. ഇവിടെ ഉണ്ട് ക്യാമറാൻ, ഇപ്പൊ റിപ്പോർട്ടർ റിവ്യൂലുള്ള. അന്ന് ഇന്ത്യ വിഷനിലായിരുന്നു, അന്ന് അവൻ കാസർഗോഡ് ബ്യൂറോയിലായിരുന്നു. അവിടുന്ന് പെട്ടെന്ന് അവിടുന്ന് മുത്തങ്ങയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പോയി. എന്നിലും മുമ്പെത്തിയ ഒരു ക്യാമറയാണ് അവിടെ. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ കുറേ പേര്, എനിക്ക് ഇവിടെ ഉള്ള മെയിൻ ചാനലിലെ ക്യാമറമാൻ എത്ര പേരുണ്ടെന്ന് അറിയാമല്ലോ അവിടെ പോയത്. ഞാൻ കണ്ട കാഴ്ചകൾ എന്നെ വേദനിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. ആ വേദനിപ്പിക്കുന്ന കാഴ്ചയിൽ നിരപരാധിയായ ആദിവാസികളും അതിൽ നിരപരാധിയായ പോലീസുകാരും ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നല്ലോ. അത് കണ്ണു നനയിച്ച കാഴ്ചകൾ ഇഷ്ടം പോലെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ ഇത്ര യാത്ര ചെയ്യുന്നത്. ഈ സിനിമ എനിക്ക് കാണാനുള്ളൊരു എന്താന്ന് പറഞ്ഞാൽ, എനിക്ക് എത്രയും പെട്ടെന്ന് കാണും. 23-ാം തീയതി വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ 16-ാം തീയതി വരെ ഒന്നും അന്ന് എല്ലാ പരിപാടിയും ക്യാൻസൽ ആയിട്ടിരിക്കണം. ഒന്ന് കണ്ടാൽ പോലെ ഈ സിനിമ 2 or 3 പ്രാവശ്യം കണ്ടാലേ എനിക്ക് ഈ സിനിമ ഉള്ളിലേക്ക് കയറുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം എനിക്കറിയാവുന്ന കുറേ വേദനകളുണ്ട്. എനിക്കിപ്പോഴും തോന്നുന്നു, അതിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു അമ്മ പറഞ്ഞ എൻ്റെ കണ്ണ് നനയിച്ച, എൻ്റെ മകന് കയറി കിടക്കാൻ ഒരു ഭൂമി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സമരത്തിന് പോയെന്ന് പറഞ്ഞു. എൻ്റെ മോന് കിടക്കും, അതുകൊണ്ട് ഞാൻ പോയി, അമ്മയെന്നെനിക്ക് ഞാൻ പോയി. അങ്ങനെ എത്ര ആദിവാസികളെ കണ്ടാണെന്ന് ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ നിങ്ങൾ അതിൽ നീതി പുലർത്തിയിട്ടുണ്ട്. നിങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റർ നീതി പുലർത്തി, ഡയറക്ടറും അഭിനയിച്ചവരും നീതി പുലർത്തിയിട്ടുണ്ട്. ഈ സിനിമ നമ്പർ 1 സിനിമയായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഞാൻ ഉറക്കെ പറയുകയാണ്. നമ്മൾ എന്ത് കഥ പറയുമ്പോഴാണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാ സിനിമകളിലും അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടാവണം എന്ന് നമുക്ക് വാശി പിടിക്കാനോ പറ്റില്ല. ഇതൊരു ആർട്ട് ഫോമാണ്. ആർട്ടിസ്റ്റ് എങ്ങനെയാണ് അതിനെ കൺസീവ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ട് അതിനകത്ത് ഇപ്പോൾ അതിൻ്റെ ഒരു സാരോപദേശം കൂടിയേ തീരൂ എന്നും പറഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ഒരിക്കലും കുത്തിക്കയറ്റാൻ പറ്റില്ല. കയറ്റിയാൽ അത് മുഴച്ചിരിക്കും. ചില സിനിമകൾ എൻ്റർടൈൻമെൻറ്റ് മാത്രമായിരിക്കും അതിൻ്റെ പേർപ്പസ്. അതിനകത്ത് നമുക്ക് അതിൽ നിന്ന് ഉൾക്കാഴ്ചകൾ ഉണ്ടാവുന്നതൊക്കെ ഉണ്ടാവാം, അത് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു മീഡിയം ആയതുകൊണ്ട്. പക്ഷേ ഈ സിനിമയിൽ നമ്മൾ കഥ പറയാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഇതും ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് കാരണം കൊണ്ട് അത് പരമാവധി നീതിപൂർണമായിട്ട് പറയണം എന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിട്ടുമുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അത് സിനിമ കാണുമ്പോൾ കുറച്ചും കൂടെ. നിങ്ങളിലൊക്കെ കൂടുതൽ ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിരിക്കുന്ന എഡിറ്റർ ആയിരിക്കും അല്ല? ഈ സിനിമ ഫുൾ ഫുട്ടേജ് കണ്ടിരിക്കുന്ന ഇദ്ദേഹമായിരിക്കും. എഡിറ്റ് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്യേണ്ട. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലായിരിക്കും ഈ സിനിമ ഏറ്റവും കൂടുതൽ ആഴത്തിൽ തറച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. വാർത്തകളുണ്ട്, ഇതുമായിട്ട് പല സംഭവങ്ങളുണ്ടോ. അത് എഡിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഈ സിനിമയെക്കുറിച്ച് വലിയൊരു ഐഡിയ ആയിരിക്കും മനസ്സിലുണ്ടാകുന്നത് അല്ലേ? ഈ കഥ കേട്ടിട്ടുണ്ട്, എഡിറ്റിംഗ് ഫുൾ ഫുട്ടേജ് അവിടെ എത്തുന്നു, ഇതിൽ നിന്ന് ഏത് കളഞ്ഞാലായിരിക്കും ഏത് ചേർത്താലായിരിക്കും ഒരു വല്ലാത്ത ഒരു ടെൻഷൻ താങ്കൾക്ക് ഉണ്ടായി കാണുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സിനിമയിൽ പ്രത്യേകിച്ച്. ഞാനിത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം തീർന്നതിന് ശേഷമാണ് അനുരാജ് കാണാൻ വരുന്നത് സിനിമ. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഒരു ടെയിൽ എൻഡിൽ വരുന്ന
കുറച്ച് ഭാഗങ്ങൾ ഞാൻ എഡിറ്റിൽ കുറച്ച് ഷഫിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ 1-2 സീൻസ് ഇങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അനുരാജ് കാണാൻ മുകളിലേക്ക് പോയി. ഞാൻ ഇരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഇവൻ കണ്ടിട്ട് വന്ന് തർക്കിക്കും തിരിച്ചു മാറ്റാൻ. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാം എന്ന് വിചാരിച്ച് ഞാൻ അടിയിലിരിക്കുന്നു. അതേപോലെ തന്നെ ഇവനും അവനെന്തെങ്കിലും മാറ്റിയിട്ടുണ്ടായിരിക്കും, ഞാനത് തിരിച്ചു മാറ്റും എന്ന് വിചാരിച്ച് ഇവനും പോകുന്നു. അങ്ങനെ ഇവൻ പടം കണ്ട് തിരിച്ചിറങ്ങി വന്നിട്ട് ഒന്നും സംസാരിക്കാതെ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് പണി വാളി. കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ കണ്ണൊക്കെ നിറഞ്ഞ് സോ അതായിരുന്നു ഈ പടം. ഇപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്ന ആ സമയത്ത് അവൻ്റെയും റിയാക്ഷൻ അതായിരുന്നു. ഞങ്ങൾ ഒരുപാട് പേര് പടം കണ്ടു. പടം കണ്ട ആൾക്കാരുടെയൊക്കെ ഒരു പോയിന്റ് ഉണ്ട് ഇതിൽ. ആ ഏരിയയൊക്കെ എത്തുമ്പോൾ ആൾക്കാർക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.